നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീൽ ഇന്ന് ക്രൊയേഷ്യയുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോച്ച് കാർലോ അഞ്ചലോട്ടി ഒരു കാര്യം പറയുന്നു. ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് ഏതാണ്ട് സെറ്റാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വേൾഡ് കപ്പ് സ്ക്വാഡിൽ എന്തായാലും ഉണ്ടാവുന്ന ഒരാൾ, അയാളുടെ പേരും പറഞ്ഞിരിക്കുന്നു. ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് ഞെട്ടലാണിത്, അദ്ദേഹം പറഞ്ഞ പേര് കേട്ടിട്ട്. ഏതായാലും അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ കാര്യം ഒന്ന് നോക്കാം. അദ്ദേഹം പറയുന്നു, ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു പീരീഡ് ഉണ്ടല്ലോ, ഈ കൊല്ലത്തെ ഈ ഒരു സമയം വളരെ പോസിറ്റീവാണ്. കാരണം നമ്മൾ ആദ്യം വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തു. അതിനുശേഷമുള്ള മത്സരങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തി. പ്ലെയേഴ്സിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്ന പ്ലെയേഴ്സിനെ കുറിച്ച് വിലയിരുത്താനൊക്കെ കഴിഞ്ഞു. ഇന്നിപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ട്. വേൾഡ് കപ്പിൽ ആദ്യ ഗെയിമിലുള്ള സ്റ്റാർട്ടിംഗ് ലൈനപ്പ് പോലും ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ലിസ്റ്റ് ഓൾമോസ്റ്റ് ഡിഫൈൻഡ് ആണ്. വേൾഡ് കപ്പ് സ്ക്വാഡ് എങ്ങനെയാവണം എന്നുള്ളത് ഏതാണ്ട് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ റൈറ്റ് ട്രാക്കിലാണ്. ഒരു മത്സരം നന്നായി കളിച്ചു, അടുത്ത മത്സരം മോശമായി, അങ്ങനെയൊക്കെ തന്നെയാണ് സ്വാഭാവികമായിട്ടും. പക്ഷെ നമ്മൾ ഇമ്പ്രൂവ് ആവുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വളരെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ട് അടുത്ത വേൾഡ് കപ്പിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന്. നമ്മൾ റൈറ്റ് പാത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കോച്ച് കാർലോ അഞ്ചലോട്ടി പറഞ്ഞു. എന്നിട്ടാണ് കോച്ച് ഒരു താരത്തിൻ്റെ പേര് പറയുന്നു. ആ താരം വേൾഡ് കപ്പിൽ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് പറയുന്നു. മറ്റാരുമല്ല, ഡാനിലോയുടെ കാര്യമാണ് പറയുന്നത്. ഫ്ലെമിംഗോയുടെ ഡാനിലോയെക്കുറിച്ച് കോച്ച് പറയുകയാണ്. ഡാനിലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. കളിക്കളത്തിനകത്തും പുറത്തും അങ്ങനെ തന്നെയാണ്. ഡാനിലോ തീർച്ചയായിട്ടും വേൾഡ് കപ്പിനുള്ള 26 അംഗ സ്ക്വാഡിലുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ, ഇതെല്ലാം എനിക്ക് നന്നായിട്ട് ബോധിച്ചിട്ടുണ്ട്. ഡിഫൻസിൽ ഏത് പൊസിഷനിലും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും. ഡാനിലോ തീർച്ചയായിട്ടും വേൾഡ് കപ്പിന് പോകുന്ന നമ്മുടെ 9 ഡിഫൻഡർമാരിൽ ഒരാളായിട്ട് ഡാനിലോ ഉണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയുന്നു കാർലോ അഞ്ചലോട്ടി. ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് ഇതൊരു ഞെട്ടലാണെന്ന് പറയാൻ കാരണം എന്താ അറിയോ? 35 വയസ്സുണ്ട് ഇപ്പോൾ ഡാനിലോക്ക്. ഫ്ലെമിംഗോയിൽ അദ്ദേഹം റിസർവ് ബെഞ്ചിലാണ് അധികവും ഉണ്ടാവാറുള്ളത്. ആ താരം അടുത്ത വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇമ്പോർട്ടൻ്റ് പ്ലെയർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമേ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.